നമസ്കാരം. തിരുവനന്തപുരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ റിപ്പോർട്ട്. ശശി തരൂർ 3ാം സ്ഥാനത്താകുമെന്നാണ് സംസ്ഥാന രഹസ്യാന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ശശി തരൂരിനെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇത്തവണ 9.50 ലക്ഷം വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ആകെ 10.10 ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തിരുന്നു. വോട്ടിംഗ് ശതമാനം 73.66. ഇത്തവണ വോട്ടിംഗ് ശതമാനം 66.46. കുറവ് 7.23%. 1 ലക്ഷത്തിനടുത്ത് വോട്ടിംഗ് ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂർ ജയിച്ചത്. തരൂർ 4.16 ലക്ഷം വോട്ട് നേടിയപ്പോൾ 2ാം സ്ഥാനത്തെത്തിയ ബി.ജെ.പിയുടെ കുമ്മനം രാജശേഖരന് 3.16 ലക്ഷം വോട്ട് ലഭിച്ചു. ഇടതിന്റെ സി ദിവാകരൻ 2.59 ലക്ഷം വോട്ടും പിടിച്ചു. ഇത്തവണ ആകെയുള്ള 63,472 പുതിയ വോട്ടർമാരിൽ 80% പേരും വോട്ടും രേഖപ്പെടുത്തി. ബി.ജെ.പിക്ക് സ്വാധീനമുള്ള കഴക്കൂട്ടത്ത് 13,143, നേമം 12,815, തിരുവനന്തപുരം 10,205 മണ്ഡലങ്ങളിലാണ് കൂടുതൽ പുതിയ വോട്ടർമാർ. പാറശാല 4,722, നെയ്യാറ്റിങ്കര 5,795, കോവളം 8,636, വട്ടിയൂർക്കാവ് 8,156 എന്നിങ്ങനെയാണ് പുതിയ വോട്ടർമാർ. പുതിയ വോട്ടർമാരിൽ 60% രാജീവ് ചന്ദ്രശേഖറിന് ലഭിക്കും. 30% ഇടതു സ്ഥാനാർത്ഥിക്കും 10% കോൺഗ്രസിനും കിട്ടും. ഇത്തവണ പോൾ ചെയ്ത 9.5 ലക്ഷം വോട്ടിൽ 1/2 ലക്ഷം പുതിയ വോട്ടർമാരുടേതാണ്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തവരിൽ 9 ലക്ഷം പേര് മാത്രമാണ് ഇത്തവണ വോട്ടിട്ടത്. കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിട്ട് ഇത്തവണ ചെയ്യാതിരുന്ന 1.1 ലക്ഷം വോട്ടിൽ 80% ശശി തരൂരിന് ലഭിക്കേണ്ട വോട്ടുകളായിരുന്നു. ബി.ജെ.പിയുടെയും സി.പി.ഐയുടെയും 10% വീതം വോട്ട് പല കാരണങ്ങളാൽ ചെയ്തിട്ടില്ല. അങ്ങനെയാകുമ്പോൾ 3 സ്ഥാനാർത്ഥികൾക്കും കഴിഞ്ഞ വർഷത്തെ വോട്ട് കുറഞ്ഞ് യഥാക്രമം കോൺഗ്രസിന് 3.28 ലക്ഷം, ബി.ജെ.പിക്ക് 3.05 ലക്ഷം, സി.പി.ഐക്ക് 2.48 ലക്ഷം എന്നാകും. തരൂരിന് കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തവരിൽ 10 മുതൽ 15% വരെ ആളുകൾ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. 5 മുതൽ 10 വരെ ശതമാനം പേർ പന്നിൻ രവീന്ദ്രനും മാറ്റി വോട്ട് ചെയ്തു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് വോട്ട് 2.78 ലക്ഷത്തിനും 2.98 ലക്ഷത്തിനും ഇടയാകും. ബി.ജെ.പി. വോട്ട് 3.45 ലക്ഷത്തിനും 3.65 ലക്ഷത്തിനും ഇടയിലാകും. സി.പി.ഐ വോട്ട് 2.79 ലക്ഷത്തിനും അതുപോലെ തന്നെ 2.99 ലക്ഷത്തിനും ഇടയിലാകും. പുതിയ വോട്ടിൽ ബി.ജെ.പിക്ക് 25,000, സി.പി.ഐ 15,000, കോൺഗ്രസിന് 10,000 എന്നിങ്ങനെയായിരിക്കും കിട്ടുക. അതുകൂടി കിട്ടുമ്പോൾ ബി.ജെ.പിയുടെ വോട്ട് 3.70 ലക്ഷത്തിനും 3.90 ലക്ഷത്തിനും ഇടയിലാകും. കോൺഗ്രസിന് കിട്ടുക 2.98 ലക്ഷത്തിനും 3.8 ലക്ഷത്തിനും ഇടയിൽ വോട്ടുകൾ ഉണ്ടാകും. സി.പി.ഐക്ക് 2.94 ലക്ഷത്തിനും 3.14 ലക്ഷത്തിനും ഇടയിൽ വോട്ട് കിട്ടും. രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും കുറഞ്ഞത് 3.70 ലക്ഷം വോട്ട് കിട്ടും. പന്നിൻ രവീന്ദ്രന് കിട്ടുക 3.14 ലക്ഷമാണ്. എതിരാളികൾക്ക് കിട്ടുന്ന ഏറ്റവും കൂടിയ വോട്ട് കുറഞ്ഞത് 56,000 വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും.